അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റിഫായി ഷെയ്ഖിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഉമ്മു അബീദയിൽ ഒരാൾ ഷെയ്ഖിനെ സൽക്കാരത്തിന് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ചു. അയാളുടെ വീട്ടിലേക്ക് യാത്രയായി. വീടിനടുത്തെത്തിയപ്പോൾ കുടുംബനാഥൻ ഷെയ്ഖിനോടും വന്നവരോടും മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഇനി അങ്ങോട്ട് വരരുത് എന്ന് പറയുകയും ചെയ്തു. പ്രശ്നങ്ങൾ ഏതുമില്ലാതെ ഷെയ്ഖ് മടങ്ങിപ്പോയി. രണ്ടാമതും സദ്യക്ക് ക്ഷണിച്ചു. ആദ്യത്തെ അനുഭവം വകവെക്കാതെ രണ്ടാമതും ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു. വീണ്ടും ഷെയ്ഖ് റിഫായിയെ അപമാനിച്ചു തിരിച്ചയച്ചു. മൂന്നാമതും സൽക്കാരത്തിന് വേണ്ടി തന്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാൻ അയാൾ ധൈര്യം കാണിച്ചു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ മനസ്സും സഹനവും ക്ഷമയും മുൻനിർത്തി ക്ഷണം സ്വീകരിക്കാൻ തീരുമാനിച്ചു. തന്റെ വീട്ടിലേക്ക് വന്ന ഷെയ്ഖിനെ സ്വീകരിക്കുകയും വിനയത്തോടെ പെരുമാറുകയും ഭയത്തോടെ സംസാരിക്കുകയും ചെയ്തു. ഓ മഹാനവറുകളെ, എന്നിൽ നിന്ന് ധാരാളം അപാകതകൾ സംഭവിച്ചു പോയിരിക്കുന്നു. ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു, അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അവിടുന്ന് പ്രവേശിച്ച പാതയിൽ മറ്റൊരാളും പ്രവേശിച്ചിട്ടില്ല തന്നെ. അത് സാരമാക്കേണ്ട എല്ലാം നല്ലതിന് മാത്രം ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഖലാദത്തുൽ ജവാഹിർ. തന്റെ ഉയർച്ചയും വളർച്ചയും ഉന്നതിയും മുന്നേറ്റവും സഹിക്കവയ്യാതെ അസൂയാലുക്കളായി തീർക്കുന്നവർക്ക് മുന്നിൽ തളരാനും ഒതുങ്ങിക്കൂടാനും ഷെയ്ഖ് റിഫായി തയ്യാറായില്ല. ആരോപണം ഉന്നയിച്ചവർ ഉൾവലിയുകയും മാപ്പപേക്ഷിക്കുകയും തൗബ ചെയ്ത് നന്നാവുകയും ചെയ്തു. അസൂയക്കാർ കുപ്രചരണങ്ങൾ നടത്തി ഊരു ചുറ്റുമ്പോൾ അവിടുന്ന് എന്തിനാണ് സഹിച്ചും ക്ഷമിച്ചും ഇരിക്കുന്നത്? അവർക്കെതിൽ പ്രതികരിച്ചുകൂടെ? മുരീദന്മാർ വേദനയോടുകൂടിയാണ് ഇങ്ങനെ ചോദിച്ചത്. മുരീദും ബന്ധുവുമായ ഷെയ്ഖ് അബ്ദുറഹീം ഷെയ്ഖിനോട് നേരിട്ട് പറയുകയും ചെയ്തു. ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിയിൽ ജനങ്ങൾ എല്ലാവരും കൂടി ആരോപണത്തിന്റെ പർവ്വതങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചാലും എനിക്കൊന്നും സംഭവിക്കാനില്ല. ഞാൻ അവർക്ക് മാപ്പ് നൽകുകയും തൗഫീഖിന് ദുആരക്കുകയും ചെയ്യും. ഓ അബ്ദുറഹീം, ഈ ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം വർദ്ധിക്കുകയാണ്. നമ്മുടെ സ്ഥാനവും അവരുടെ അധർമ്മവും വർദ്ധിക്കുന്നു. നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചതാണ് അവരെ അസ്വസ്ഥരാക്കുന്നത്. അവർ എന്നെ പ്രശംസിച്ചാലും എനിക്കൊരു ഫലവും ചെയ്യുകയില്ല. കാരണം എനിക്ക് എന്റെ കുറവുകൾ അറിയാം. അതിനാൽ അവരുടെ ആക്ഷേപമോ പ്രശംസയോ ഞാൻ ഒട്ടും മുഖവിലക്കെടുക്കുന്നില്ല. മുരീദന്മാർ തന്നെ ഷെയ്ഖിന്റെ സംയമനത്തിന്റെ ശക്തി നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. തന്റെ രണ്ട് മുരീദന്മാർ തമ്മിൽ കലഹമുണ്ടായി. അത് നീണ്ടുപോയി. രാത്രി ഷെയ്ഖിന്റെ വരവ് കണ്ട് കലഹം അടങ്ങി. രണ്ടുപേരും അവരുടെ സ്ഥാനങ്ങളിൽ പോയി ഉറങ്ങുകയും ചെയ്തു. വഴക്കുണ്ടാക്കിയവർ ഒരാൾ ഷെയ്ഖിന്റെ അടുത്തും മറ്റൊരാൾ കുറച്ച് അകലെയുമാണ് കിടന്നിരുന്നത്. ഷെയ്ഖ് രാത്രിയിൽ എഴുന്നേറ്റ് വുളു എടുക്കാൻ പുറപ്പെട്ടു. അപ്പോൾ അകലെ കിടന്നയാൾ തന്റെ പ്രതിയോഗിയാണെന്ന് മനസ്സിലാക്കി ചവിട്ടുകയും ഇടിക്കുകയും ആക്രമിക്കുകയും ശകാരിക്കുകയും വള്ളു പറയുകയും ചെയ്തു. ഷെയ്ഖ് അവറുകൾ ആക്രമണത്തിന്റെ ആഘാതത്താൽ വീണുപോയി. അവിടത്തേക്ക് യാഥാർത്ഥ്യം മനസ്സിലായെങ്കിലും അനങ്ങിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പ്രതിയോഗി എഴുന്നേറ്റ് വന്നു സലാം ചൊല്ലി. അപ്പോഴാണ് താൻ ആക്രമിച്ചതും കൈകാര്യം ചെയ്തതും ഷെയ്ഖ് അവറുകളെയാണെന്ന് മനസ്സിലാക്കിയത്. നടുങ്ങിപ്പോയ മുരീദ് മോഹാലസ്യപ്പെട്ട് താഴെ വീണുപോയി. റിഫായി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ച് പറഞ്ഞു, മോനെ, എല്ലാം നന്മകൾ മാത്രമാണ്. നമുക്ക് പ്രതിഫലം ലഭിച്ചു. നിനക്ക് അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ശിഷ്യന്റെ ഭയം മാറുന്നത് വരെ ഷെയ്ഖ് അദ്ദേഹത്തെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ എന്നെ അടിച്ചപ്പോൾ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചിരുന്നു. ആ ശിഷ്യൻ പിന്നീട് കുറച്ചു കാലമേ ജീവിച്ചിരുന്നുള്ളൂ. ഷെയ്ഖ് തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്തിന് സംസ്കരണത്തിന് നേതൃത്വം നൽകി. ഖലാദത്തുൽ ജവാഹിർ. റബ്ബേ, ഷെയ്ഖിന്റെ യഥാർത്ഥ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും ഹുസ്നുൽ ഖാത്തിമത്തും നൽകി ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നു അനുഗ്രഹിക്കണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.